നമസ്കാരം. തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ നിർണായക നീക്കത്തിൽ സ്റ്റാലിന് ഉറക്കമല്ല നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമിത്ഷായുടെ നീക്കത്തിൽ അണ്ണാ ഡി.എം.കെ ബി.ജെ.പിയുമായി കൈകോർത്തതോടെ തമിഴ്നാട് മറ്റൊരു തലത്തിലേക്കാണ് പോകുന്നത്. വിരളി പിടിച്ച സ്റ്റാലിൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഓടുമ്പോൾ അവസാനം രാജ്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എസ്.ഡി.പി.യുമായി ഒരു കൂട്ടുകൂടാനാണ് സ്റ്റാലിന്റെ നീക്കം. അങ്ങനെ എസ്.ഡി.പി.യുമായി കൈകോർത്തിരിക്കുകയാണ് എം.കെ സ്റ്റാലിൻ. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഡി.എം.കെ നേതാവും മുഖ്യമന്ത്രിയുമായ എം.കെ സ്റ്റാലിൻ ധീരമായ നിലപാട് എടുത്തതിനാലാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതെന്നാണ് എസ്.ഡി.പി.യുടെ തമിഴ്നാട് നേതാക്കൾ പറയുന്നത്. എങ്കിലും ബി.ജെ.പി അണ്ണാ ഡി.എം.കെ മുന്നണി രൂപപ്പെട്ടതോടെയാണ് പൊടുന്നേനെ എസ്.ഡി.പി.ഐ ഡി.എം.കെയോട് അടുക്കുന്നതെന്നതാണ് വ്യക്തം. എസ്.ഡി.പി.യുടെ സീനിയർ നേതാവായ നെല്ലായി മുബാറക്കിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഡി.എം.കെ ആസ്ഥാനത്ത് സ്റ്റാലിനെ കണ്ട് അവരുടെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്റ്റാലിനെ അഭിനന്ദിക്കാൻ മാത്രമാണ് തങ്ങൾ പോയതെന്നും ഇതിനർത്ഥം സ്റ്റാലിനുമായി സഖ്യമുണ്ടാക്കിയത് തെറ്റാണെന്നും നെല്ലായി മുബാറക് പറയുമ്പോഴും കാര്യങ്ങൾ വ്യക്തമാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെ എസ്.ഡി.പി.യെയും സംശയാസ്പദമായ ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കവേ ഡി.എം.കെ നേതാവ് സ്റ്റാലിൻ ഡി.എം.കെ മുന്നണിയിലേക്ക് സ്വീകരിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. പക്ഷേ ഏത് വിധേനയും ജയമുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്റ്റാലിൻ എസ്.ഡി.പി.യെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചേക്കാമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. അണ്ണാമലയുടെ നിർണായക നീക്കത്തിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലിരുന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ ജനങ്ങൾ തന്നെ അറിഞ്ഞത് ബി.ജെ.പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്ന്. അത്ര വലുതായ രീതിയിൽ അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ ബി.ജെ.പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് ബാങ്ക് വർദ്ധിക്കാൻ സഹായിക്കുമെന്നത് വ്യക്തമാണ്. കൂടാതെ സ്റ്റാലിനെതിരെ അണ്ണാമല നടത്തിയ പ്രതിഷേധം വലിയ രീതിയിൽ തമിഴ് ജനതയുടെ മനസ്സിൽ ഒരു ഇടം ലഭിച്ചിട്ടുണ്ട് എന്നതും തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ് വിദ്യാർത്ഥി പീഡനത്തിന് ഇരയായപ്പോൾ വലിയ രീതിയിൽ ബി.ജെ.പിയുടെ പ്രതിഷേധവും തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ അടിത്തറപാകാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത. കൂടാതെ പുതിയ അധ്യക്ഷൻ വരുന്നതോടെ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ഭാവി തന്നെ മാറുമെന്നത് വ്യക്തമാണ്. കൂടാതെ അണ്ണാമലയുടെ പല രീതികളും, അതായത് ദ്രാവിഡമായ മുന്നേറ്റങ്ങളും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയെ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നതും കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ അമിത്ഷാ, നേരത്തെ രാജ്നാഥ് സിംഗ് അടക്കം തമിഴ്നാട്ടിലെത്തുന്നതും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ബി.ജെ.പിയുമായിട്ട് അടുക്കാനുള്ള ഒരു പാലമായി മാറുന്നു. കൂടാതെ തമിഴ്നാട്ടിൽ തന്നെ കന്യാകുമാരി എന്ന ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് വിനോദസഞ്ചാര കേന്ദ്രം ഒരു വലിയ രീതിയിൽ ഒരു വികസനം കൊണ്ടുവരണമെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്റ്റാലിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അവിടെ സ്റ്റാലിൻ ചെവിക്കൊണ്ടില്ല. പക്ഷേ ആ രീതിയിലാണ് സ്റ്റാലിനെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ തമിഴ്നാട് മുഴുവനും ഉൾപ്പെടുത്തുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു മാറ്റം, അതായത് തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ പല രീതിയിലും ഒരു വമ്പൻ വികസനം, അവിടെ ഒരു വമ്പൻ കച്ചവടത്തിനുള്ള ഒരു അന്തരീക്ഷം തമിഴ്നാട് സർക്കാരിനെ കടത്തി വെട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അവിടെ രൂപീകരിക്കുമ്പോൾ അത് ബി.ജെ.പിക്കും കൂടെ ഒരു വലിയൊരു പോയിന്റായി, ഒരു പ്ലസ് പോയിന്റായി, ഒരു നേട്ടമായി തമിഴ്നാട് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.